ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ മറക്കാല്ലേ, നമ്മളിന്നൊരു അവധി കിട്ടിയതുകൊണ്ട് മാത്രം നമ്മളിന്ന് വീഡിയോ ഇട്ടു. നമ്മളിന്നൊന്നും വീഡിയോ ഇടാത്ത ആളാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ ഒരു വീഡിയോ ഇടണമല്ലോ, അതിനുവേണ്ടി നമ്മൾ വീഡിയോ ഇട്ടു ഗൈസ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാറ് പരിചയപ്പെടുത്തി തരും, ഒരു മഞ്ഞ കാറ്. നമ്മൾ ഈ വണ്ടി മോഡിഫൈ ചെയ്താൽ വല്ല എന്തെങ്കിലും കേട്ടോ. നമ്മുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാട്ടോ ഈ വണ്ടിയൊക്കെ. റോൾസ് റോയ്സാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പ്, വേറൊരു വണ്ടിയും ടോപ്പല്ല. റോൾസ് റോയ്സ് ഭയങ്കര ടോപ്പായി അല്ലേ. രണ്ടാമത്തെ റെക്കോർഡാണ് ഗൈസ്. ഇതിൻ്റെ എപ്പിസോഡ് വേണമെന്ന് നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഇന്ന് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തൂറാൻ വേണ്ടി ചത്തും, ഉറപ്പ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് 1K അടിക്കണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊക്കെ തൂറാൻ വേണ്ടി ചാകും എന്ന് പറഞ്ഞാൽ ചാകും. നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയിട്ടൊരു 2 മാസമോ 3 മാസമോ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും സബ്സ്ക്രൈബേഴ്സ് കയറില്ല എന്ന് എനിക്കറിയാം. കുറച്ച് ദിവസങ്ങൾ വാരിത്തേക്കേണ്ടി വരും അല്ലേ. ഇവനത് പിടിപ്പിക്കണ്ടിട്ട് ഗൈസ്, നമ്മുടെ അടുത്തുള്ളവനാണെന്ന് തോന്നുന്നു. നമുക്ക് ലെസ്കോ കളി ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. രണ്ടാമത്തെ റെക്കോർഡാണ് ഗൈസ്. എന്തോരം പറഞ്ഞാലും രണ്ടാമത്തെ റെക്കോർഡിങ്ങിനൊക്കെ ഒരു ഇത് 12 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. 12:57 13 മിനിറ്റിനാണ് എടുത്തത്. എന്നിട്ട് ഞാൻ 12 മിനിറ്റായി കട്ട് ചെയ്ത് മാറ്റുവാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ അയ്യോ ആക്സിലേറ്റർ കൊടുക്കടാ പ്രാന്താ. ഈ പൊട്ടനൊന്നും അറിയാൻ പാടില്ല. കൊടുക്കടാ പൊട്ടൻ്റെ തലക്കിട്ട്. അയ്യോ എന്നെ അടിക്കില്ലേ. പ്രശ്നമില്ല, എനിക്കിട്ട് ഇനി അടി തരും. എനിക്കിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. കളിയെല്ലാം കിടക്കാം. നിങ്ങൾക്ക് ഒരുപാട് ലാഗാക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ കമൻറ്റൊക്കെ എനിക്ക് കേട്ടിട്ട് സന്തോഷം തോന്നുന്നു ഗൈസ്. നിങ്ങൾ അങ്ങനത്തെ കമൻറ്റൊക്കെ ചെയ്യണ്ടല്ലോ. മതി, അങ്ങനത്തെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോരം കൈ നീട്ടിയിട്ടുണ്ട് പണ്ട്. ഇപ്പോഴൊന്നും ആരും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളായതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഗൈസ്. നിങ്ങളെനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ചില വീഡിയോക്കൊക്കെ ഒരാൾ ഗെയിം എന്തോ മൾട്ടിപ്ലെയർ ഗ്രാൻഡോ എന്തോ ഗെയിം കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗെയിം എന്ത് ഗെയിമാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അതൊന്നും കൂടെ ആ കമൻറ്റ് ചെയ്ത ആൾ സബ്സ്ക്രൈബറാണ് ബ്രോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ആ ഗെയിമിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ട് എന്നോട് ID ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ എനിക്ക് ആ വീഡിയോ ആ ഗെയിം ഏതാണെന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. ഒരു ഫോട്ടോ എടുത്ത് കമൻറ്റിൽ കൂടെ ഇട്ട് തന്നാൽ മതി. ഇടാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എന്തെങ്കിലും കാണിച്ചിട്ടാ. എൻ്റെ അപ്പോനെ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്നു ഇത് പെട്ടെന്ന് തീർന്നു പോയി, ഇനി ഇത് ഇച്ചിരി വലിയ വീഡിയോ ആക്കാത്തന്നെ ഈ പൊട്ടന് ഇച്ചിരി വലിയ വീഡിയോ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല നിങ്ങൾ കരുതും. എന്ത് ചെയ്യാനാ ഗൈസ്? നിങ്ങൾക്കത് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് മനസ്സിലാവത്തില്ല ഗൈസ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോയണ്ടല്ലോ എന്ത് പാടാന്നറിയോ. നമ്മളിത് മൊത്തം ഇപ്പം 3 മിനിറ്റ് ആയതുള്ളൂ. നേരത്തെ 3 മിനിറ്റ്, ഇപ്പോഴും 3 മിനിറ്റ്. മനസ്സിലായോ? ആ ലുക്കും കൂടെ നോക്ക് റോൾസ് റോയ്സിൻ്റെ. സീന് ഡ്രൈവിംഗ് സീറ്റ്. ഇതെങ്ങനെ ഈ സീറ്റിൻ്റെ കളറൊക്കെ മാറണമെന്ന് അറിയാൻ പാടില്ല. ഈ വണ്ടി എങ്ങനെ പഠിക്കണം ഗൈസ്. ഈ വണ്ടിയുടെ ഈ ഒരു ഗെയിം ഞാൻ പകുതി കളിച്ചോളൂ, ഒരു ഷോറൂം തീർത്തോളൂ. അത് നിങ്ങളെ കാണിക്കണ്ടേ. ഞാൻ ആദ്യം കളിച്ചപ്പം ഈ ഗെയിം ഭയങ്കര സ്റ്റക്കാവലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ മറ്റേ ഷോറൂം കാണിച്ചില്ല കേട്ടോ. അതെല്ലാവരും സോറി ഞാൻ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഷോറൂം നമ്മൾ അവിടെ വെച്ച് തീർത്തായിരുന്നു. പിന്നെ ഷോറൂമിലേക്ക് വന്നല്ലോ, ഇനി ആ ഷോറൂമിൽ പോകാൻ പറ്റുമെന്നൊന്നും അറിയുമ്പോഴാണ്. പറ്റുമെങ്കിൽ നമ്മൾ ഇതിൻ്റെ എപ്പിസോഡായിട്ട് ഇറക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ പറയുക കേട്ടോ. നമ്മൾ ഈ ശനിയാഴ്ച അല്ല ഞായറാഴ്ച നമ്മൾ ഇറക്കാം കേട്ടോ. ഞായറാഴ്ച നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ഇടും. ശനിയാഴ്ച പറ്റുമോ എന്നറിയാൻ പാടില്ല, അങ്ങനെയുണ്ട്. ശനിയോ ഞായറോ വീഡിയോ ഇടും, അതൊക്കെ നിങ്ങൾ കരുതിക്കോ. എൻ്റെ മോനെ എന്ത് ചാട്ടാടേ. ഡ്രിഫ്റ്റിങ് നോക്ക് എൻ്റെ മോനെ, സീൻ ഐഡിയ. നീ എന്നാടാ അവിടെ ചെയ്യണേ? ചേട്ടൻ ഞാനൊന്നും ചെയ്യല്ല. ഭാഗ്യം ചേട്ടൻ നമ്മളീ പഠിച്ചേനെ ഓടിച്ചേനെ അല്ലേ ഗായ്സ്.
ഇതെന്താണല്ലേ ഇങ്ങനെ നമുക്ക് നിങ്ങൾക്ക് സംസാരിക്കാട്ടോ. നമ്മൾ ഡോറാബുജിയൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് കൂടെ സംസാരിക്കൂലേ, അതുപോലെ. ഇതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉത്തരം തരൂ ഗൈസ്, ഉത്തരം തരൂ. ഇതിൻ്റെ മുമ്പിൽ എനിക്ക് എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ? പറയൂ പറഞ്ഞു ഞങ്ങൾ തയ്യാറുണ്ട്. പറഞ്ഞോ പറഞ്ഞൂലേ? പറഞ്ഞെങ്കിൽ പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ ഇവിടെ പോകണം ഗൈസ്, ഇവിടെയൊക്കെ എന്തിനാണോ ഈ ബ്ലാക്ക് ടൈലിട്ടില്ല എന്ന് പറഞ്ഞ് ചത്തു പോകുമോ? എനിക്കറിയാൻ പാടില്ലാന്ന് ചോദിക്കുക. നമ്മളിവിടെ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ പൊന്നോ, നമ്മുടെ ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്ത് നമ്മൾ ഇറക്കുന്നതായിരിക്കും ഗൈസ് അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ ഇപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ അടുത്ത വീഡിയോയിൽ മൊത്തത്തിൽ ഇറക്കും. നമുക്ക് ഒരാളെ സഹായിച്ചാലോ ഗൈസ്? എനിക്ക് ഈ ഗെയിമിൽ ഒരാൾക്ക് കാറ് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ നമ്മൾ ഇത്രയായി, അപ്പോൾ ഒരുത്തലും കാലം ഇത്ര ആവണ്ടേ? അതുകൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹം ഗൈസ്, വല്ലാത്ത ആഗ്രഹം. ഒരുത്തിന് കാറ് കൊടുക്കണം എന്നൊരു പാവപ്പെട്ടവന്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വലിയ കാറ് ഏത് കൊടുക്കും? ഈ മേഴ്സഡീസ് AMG കൊടുക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് ഈ മേഴ്സഡീസ് AMG കൊടുക്കാം. ഇത് എന്നതാണ് ഇത്? എൻ്റെ പൊന്നോ, ഇതിൻ്റെ കൊട്ടാരോ? എൻ്റെ മോനെ, ഇത് എന്ത് സീൻ സാധനം. അവൻ നമ്മുടെ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകണ്ട്. ഇതെന്താ ഇത്? ഇതെന്ത് വണ്ടിയാണ് ഇത്? ഒന്നും മനസ്സിലാവില്ലല്ലോ. വോയിസ് ഈ വണ്ടി ഇട്ടാ അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യട്ടാ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ BMW കാര്യം മാത്രമേ നമുക്കറിയാവുള്ളൂ. പഴയതൊന്നും നമുക്കറിയാൻ പാടില്ല ഗൈസ്. ആകെ പഴയതെന്ന് വെച്ചാൽ M3 M4 ഒക്കെ അറിയാവുള്ളൂ, അല്ലാണ്ട് വേറൊന്നും അറിയാൻ പാടില്ല. നമുക്ക് M5 ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ടാവാണ്ടിരിക്കാൻ സാധ്യത കുറവാലോ. എന്തായാലും ഗൈസ്, ഇങ്ങനെ ലാഗ് അടിപ്പിക്കല്ലേ എന്നൊരു കമൻ്റൊക്കെ ഇടുമ്പോൾ നമ്മളൊക്കെ പാവങ്ങൾ ഗൈസ്. 1 കോടിയും പിന്നെ അതിന് 8 ലക്ഷവും, അതാണ് ഇതിന് വണ്ടിയുടെ. ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് കളർ കണ്ടോ ഗൈസ്? എന്തല്ലേ സീൻ വണ്ടി അല്ലേ? ഇതാരാണ്? എൻ്റെ കാറിൽ കയറണോ? ഇതാരാ ഗൈസ്? ദിവ്യ എന്നൊക്കെ പേര്, എന്തൊന്നും മനസ്സിലാവില്ല ഗൈസ്. എന്തൊക്കെയാണ്? ആരായാലും നമ്മൾ വണ്ടി കയറ്റും. ഈ വണ്ടി ഇവനൊന്നും ഗിഫ്റ്റായി കൊടുക്കണ്ട ഗൈസ്, വേറെ പോടാ. ശിവനെ വിളിക്കണമല്ലോ. കയറ. ഓ ഷോ ഗൈസ്, കണ്ടോ? ഷോ ഷോ കാണിക്കണം. ഇല്ല ഗൈസ്, ഷോ കാണിക്കണം അവൻ. പോടാ, നമ്മൾ റോൾസ് റോയ്സ് എടുത്ത് കാണിക്കും. പോടാ, നിൻ്റെ കാറൊക്കെ റോൾസ് റോയ്സിനും അല്ല, നിൻ്റെ കാറിന് മുമ്പിൽ എൻ്റെ കാറൊന്നും അല്ലടാ. അത് പറഞ്ഞാൽ ഗൈസ്, എന്താണെന്ന് വെച്ചാൽ ഈ റോൾസ് റോയ്സേ ഇവൻ്റെ അത്രയും വരില്ല. എന്നുവെച്ചാൽ ഇവൻ്റെ ആണ് ഏറ്റവും വലുത്, നമ്മുടെ ഒക്കെ ചെറുതാണ് ഗൈസ്. നമ്മളൊക്കെ ചെറുത്. ഈ പട്ടിയുടെ നായിൻ്റെ ചുമ്മാ ഇറങ്ങിപ്പോ ഗൈസ്. മര്യാദയ്ക്ക് കളിപ്പിക്കാൻ സമ്മതിക്കൂല. പോയി ഡ്രൈവ് ചെയ്യടാ. ഞാൻ പറഞ്ഞേ നിൽക്കടേ. അവൻ സ്വയം കയറിപ്പോ. അവൻ്റെ വണ്ടിയല്ലെന്ന് വെച്ചാ എൻ്റെ വണ്ടിയാണ് ഇത് കേട്ടാ. ഇതിൻ്റെ ഉള്ളിലാണ് എന്ത് രസമോ. ഞാൻ ഇപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കണേ. ഇത് പറ്റുമെന്നൊക്കെ അറിയായിരുന്നു, പക്ഷേ നമ്മളൊക്കെ അങ്ങനെയല്ല ഗൈസ്. ഊളെ മര്യാദക്ക് ഓടിക്കണേ. അയ്യോ, ഈ വളിയൂച്ചാളി നമ്മളെ ഇന്ന് കൊണ്ട് വെള്ളത്തിൽ ചടിക്കും ഗൈസ്, ഉറപ്പാ. ഈ പട്ടി നമ്മളിന്ന് വെള്ളത്തിൽ കൊണ്ടൊക്കെ ചടിക്കും, ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പ്. ഈ ഊളയ്ക്ക് വേറെ പണിയുമില്ല. നമ്മുടെ വണ്ടി എടുത്ത് ഓടിച്ചിട്ട് വണ്ടി നശിപ്പിക്കാൻ നോക്കണം. വളിയൂള പോടാ ഊളെ. നമ്മുടെ കയ്യിലുള്ള മഞ്ഞ വണ്ടി കണ്ടോ ഗൈസ്? അല്ല, മഞ്ഞ വണ്ടി നമ്മൾ ഇപ്പോൾ കണ്ടില്ലൊരു മഞ്ഞ വണ്ടി, അതാണ് നമ്മൾ എടുക്കാൻ പോണേ. മനസ്സിലായോ? ഏയ് വാ.
ഇത് ഭയങ്കര പാടാണ് ഗൈസ് റെക്കോർഡ് ചെയ്യാൻ. 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ 10 മിനിറ്റ് റെക്കോർഡ് ചെയ്തതാ, എന്നിട്ട് പോലും അത് പോയി. അതെനിക്ക് 10 മിനിറ്റ് റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ എന്തോ പറ്റിയിട്ട് തന്നെ അത് റെക്കോർഡിൽ നിന്ന് മാറിപ്പോയി ഗൈസ്. നമുക്ക് അപ്പോഴത്തേക്കും വണ്ടിയൊക്കെ നോക്കട്ടെ. നമുക്ക് ഈ വണ്ടിയുടെ കളറൊന്ന് മാറ്റാം ഗൈസ്. ഇതെങ്ങനെയായിരുന്നു എന്തോ അല്ലേ, നമ്മൾ ഈ കളർ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇപ്പോഴത്തെ ആ വണ്ടി തന്നെ പോയ പട്ടി. എടാ നീ എന്നാടാ വണ്ടി തന്നെ പോയി ഓടിക്കും വേണം. കള്ളൻ കള്ളൻ. ഞാൻ ഓർത്തു ഞാനായിരിക്കും ഈ കറുത്ത ഷർട്ടിട്ട് അവന്. ഇവൻ ആരാ വന്നാലും ദിവസയാ. ആരാടാ ദിവസ? ആ എൻ്റെ മോനെ സീൻ കാറല്ലേ. പറപ്പിച്ചോ പാപ്പാ, പറപ്പിച്ചു പാപ്പാ. ഓരത്തിക്കുലന്ത് ബാബാ പാട്ട് പാടാൻ സമയമില്ല, പെട്ടെന്ന് പോടാ. ഞാനല്ല ഓടിക്കണേ, സോറി. വണ്ടി കൊണ്ട കുഴിയിലും ചടിച്ചു. അല്ല കുഴിയിലല്ല, അത് മരത്തി കൊണ്ട് ചടിച്ചു. എടാ മോനെ, ഇപ്പം ഞാൻ ആ ബൂസ്റ്റർ എന്തിനാ കൊടുക്കണേ? ഇവിടെ കൊടുത്തോക്കട്ടെ. എടാ ഞാൻ ഒന്നും ചെയ്യലടാ, ബ്രേക്ക് പിടിക്കടാ. എടാ ഇതാരടാ ഇത് ചെയ്യണേ? ഇതൊന്നും മനസ്സിലാവില്ല എനിക്ക്. ഇതാരും സ്പീഡൊക്കെ കൊടുത്ത് അറിയാൻ പാടില്ല. ഓ ഡ്രിഫ്റ്റിംഗ്, വാവ് ഡ്രിഫ്റ്റിംഗ് അമേസിങ്. വാടാ ഊളെ, നിനക്ക് വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. വാണേ വാ. വരൂല പോടാന്ന്, നിന്നെ എനിക്ക് കൂട്ടണ്ട. GTA 5 പുതിയ അപ്ഡേറ്റ് വന്നു എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ മറ്റേ എന്തോ ഒരു ജെയിൻറ്റ് മാൻ, നമ്മൾ ഫോറസ്റ്റ് കളിച്ചില്ലേ, അതുപോലത്തെ ആ ഗെയിമിലുണ്ടായിരുന്ന കൂട്ടും മാൻ നമ്മൾ കണ്ടു ഗൈസ്. അപ്പം ആ മാനിനെ അത് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. രാത്രി സന്ധ്യയാകുമ്പോൾ ആ കാട്ടിൽ പോകല്ലോ, അങ്ങനെയുണ്ട് ഗൈസ്. നമ്മളൊക്കെ അതിന് തോപ്പിച്ചു. പോടാ ഊളെ. ഇവനിഞ്ഞി നമ്മളെക്കാൾ കൂടുതൽ കാറുണ്ടോ? ഓ ഉണ്ടോ? അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയായതിനാൽ നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ കാണാം. നിങ്ങൾ പറയാം അടുത്ത എപ്പിസോഡായിട്ട് ഇറക്കണമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും വേറെയൊക്കെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.